ഖുർആൻ ഉൾക്കൊള്ളുന്നത് ദൈവിക വചനങ്ങളാണെന്ന് സ്ഥിരീകരിക്കുന്ന നിരവധി തെളിവുകൾ ഖുർആനിന്റെ അവതരണ ശൈലിയിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയുന്നതിലാണ് മനുഷ്യന്റെ വിജയം നിലകൊള്ളുന്നത്. വ്യഭിചരിക്കുന്ന സ്ത്രീയും വ്യഭിചരിക്കുന്ന പുരുഷനും എന്ന് പറഞ്ഞ ഖുർആൻ മോഷ്ടിക്കുന്ന പുരുഷനും മോഷ്ടിക്കുന്ന സ്ത്രീയും എന്ന് പറഞ്ഞത് ഉദാഹരണം. ഇവിടെ വ്യഭിചാരത്തെ പരാമർശിക്കുമ്പോൾ സ്ത്രീയെയും മോഷണത്തെ പരാമർശിക്കുമ്പോൾ പുരുഷനെയും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആബിദം ചെയ്തത് എന്ന് നാം നിരീക്ഷിക്കുമ്പോൾ അതിന്റെ പൊരുൾ കണ്ടെത്താൻ നമുക്ക് പ്രയാസമില്ല. വ്യഭിചാരം നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്ത്രീയാണ്. അവളിൽ നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ, പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ മുതലായവയാണ് പുരുഷനെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്നത്. ഇന്ന് വാർത്തകളിൽ നാം കേൾക്കാറുള്ളത് പെൺവാണിഭം എന്നാണല്ലോ. പുരുഷവാണിഭം എന്ന് ഒരിക്കൽ പോലും നാം കേട്ടിട്ടുണ്ടാകില്ല. ഈ യാഥാർത്ഥ്യത്തിലേക്കുള്ള സൂചനയായിട്ടാകാം വ്യഭിചാരത്തെ പരാമർശിച്ചപ്പോൾ വ്യഭിചരിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. എന്നാൽ മോഷണ വിഷയത്തിൽ മേൽക്കോയ്മ നിലനിൽക്കുന്നത് പുരുഷനിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ അധികവും നിറഞ്ഞു നിൽക്കുന്നത് പുരുഷനാണ്. ഈ വസ്തുതയിലേക്കുള്ള സൂചനയായിട്ടാകാം മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മോഷ്ടിക്കുന്ന പുരുഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇത് വ്യക്തമാക്കുന്നത് ഖുർആൻ അതിന്റെ വാക്കുകളിൽ മാത്രമല്ല അവയുടെ പ്രയോഗങ്ങളിലും ദൈവികത ഉൾച്ചേർത്തിരിക്കുന്നു എന്നാണ്.